വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ 22-ാം അധ്യായം ദൈവത്തിൻ്റെ നീതിയും രാജാക്കന്മാരുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച ശക്തമായ സന്ദേശമാണ്. യഹൂദ രാജാക്കന്മാരോട് ദൈവം നീതി നടപ്പാക്കാൻ കൽപ്പിക്കുന്നു. അനുസരിക്കാത്തവർക്ക് വിധി വരും. നീതിയും കരുണയും നടപ്പാക്കുന്നവർ നിലനിൽക്കും. അന്യായവും വിഗ്രഹാരാധനയും ചെയ്യുന്നവർ നാശമനുഭവിക്കും. യൂദാ രാജാക്കന്മാരായിരുന്ന ഷല്ലൂം, യഹോയാക്കീം, കോണിയ എന്നിവർ അനുസരണക്കേടിന്റെ ഫലമായി ദൈവത്തിന്റെ വിധി അനുഭവിക്കുന്നു. ദൈവം വ്യക്തമാക്കുന്നു, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നീതി അനിവാര്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂദയായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. ജെറമിയ 22-ാം അധ്യായം 30-ാം തിരുവചനം. ജെറമിയ 23-ാം അധ്യായം വ്യാജ പ്രവാചകന്മാരുടെ ദുഷ്ടതയും യഥാർത്ഥ ഇടയനായ ദൈവത്തിന്റെ വാഗ്ദാനവും വ്യക്തമാക്കുന്ന അധ്യായമാണ്. ദൈവം തന്റെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടയന്മാരെ ശാസിക്കുകയും ഭാവിയിൽ നീതിമാൻ കൊമ്പ്, അതായത് യേശുമിശിഹായുടെ ആഗമനം പ്രവചിക്കുന്നു. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ഞാൻ ഒരു നീതിമാൻ കൊമ്പിനെ ഉയർത്തും, അവൻ രാജാവായി ഭരിക്കും. 23-ാം അധ്യായം 5-ാം തിരുവചനം. ജെറമിയ 24-ാം അധ്യായം ദൈവം നല്ല അത്തിപ്പഴങ്ങളും മോശം അത്തിപ്പഴങ്ങളും കാണിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയവർക്കും ദേശത്ത് ശേഷിച്ചവർക്കും ദൈവത്തിന്റെ വിധിയും കരുണയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. നല്ല അത്തിപ്പഴങ്ങൾ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയവർ ദൈവം അവരെ കരുണയോടെ നോക്കും, തിരികെ കൊണ്ടുവരും. മോശം അത്തിപ്പഴങ്ങൾ ദേശത്ത് ശേഷിച്ചവരും മിസ്രൈമിലേക്ക് പോയവരും. അവർ ശാപത്തിനും നാശത്തിനും വിധിക്കപ്പെട്ടവർ. ദൈവം തന്റെ ജനത്തെ പുതിയ ഹൃദയത്തോടെ തിരികെ കൂട്ടിച്ചേർക്കും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമീൻ.